മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. നല്ല ചായ. താങ്ക് യു. പ്രൊഫസർക്ക് പഠിപ്പിക്കല് മാത്രമല്ല, അടുക്കളയിൽ നന്നായി വഴങ്ങുമല്ലേ? സിദ്ധാർത്ഥൻ സാറ് ഭാഗ്യവാന്. ഞാനാണ് മിനിസ്റ്റർ ഭാഗ്യവതി. കുറച്ചു മുൻപ് മിനിസ്റ്റർ പറഞ്ഞതെല്ലാം എന്റെ ഭർത്താവിനെ കുറിച്ചല്ലേ? സർ, നമുക്ക് കുറച്ച് രാഷ്ട്രീയം ചർച്ച ചെയ്താലോ? ആവാലോ. എന്നാ പുറത്തേക്ക് ഇറങ്ങി നടക്കാല്ലേ? ആവാ. ആളുകളുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വല്ലാത്ത മിടുക്ക. സാറിന്റെ വീട്ടുകാർക്ക് വിഷമം തോന്നണ്ടെന്ന് കരുതിയ ഒന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞത്. എന്താ സർ, തനൂജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സാറിനെതിരെ എന്തൊക്കെയോ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കണ്ടു. സോഷ്യൽ മീഡിയയിൽ ആരെ എന്തും പറയാലോ. സത്യം പറഞ്ഞ ഇതറിഞ്ഞ് ഞാൻ അമ്പരന്നു പോയി. സാറിനെ പോലെ ഒരാൾക്കെതിരെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാമെങ്കിൽ ആർക്കെതിരെ എന്ത് തന്നെ ആയിക്കൂടാ. അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കാതിരിക്കാൻ പറ്റുമോ മേരി തോമസ്? അനുഭവിക്കേണ്ടവരല്ലേ സാർ അനുഭവിക്കേണ്ടത്. സാറിനെ പോലെ നല്ലൊരു മനുഷ്യനെ ഇങ്ങനെ വ്യാജ വാർത്തയും വ്യാജ ആരോപണവും കൊടുത്ത് കുരുക്കാന്നൊക്കെ പറഞ്ഞ അതിരിക്കട്ടെ, ആരാണ് ഈ കുട്ടി, ഈ തനുജ? സർ, എനിക്ക് പരിചയമുള്ളൊരു ഫാമിലിയിലായിപ്പോ. അല്ല, ആ കുട്ടി എന്തിനാ സാറിനെതിരെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത്? കാശിന് വേണ്ടിയായിരിക്കും. അല്ല, ഈ വിഷയത്തില് സാറിന്റെ ഫാമിലി സാറിന് സപ്പോർട്ടല്ലേ? ഭാര്യയും മക്കളൊക്കെ? എല്ലാരും ഭയങ്കര സപ്പോർട്ടാ. ഓ, അല്ല, സാർ ഇനി ആരെങ്കിലും രക്ഷിക്കാനായിട്ട് ഈ വിഷമങ്ങളൊക്കെ അങ്ങ് സഹിക്കുകയാണോ? അല്ല, സാറിന്റെ രീതികൾ അറിയാവുന്നോണ്ട് ചോദിച്ചതാ. ഏയ്, അങ്ങനൊന്നുമില്ല. എത്രയും പെട്ടെന്ന് ഈ ആരോപണങ്ങളിൽ നിന്ന് പുറത്തു വന്ന് രാഷ്ട്രീയത്തിൽ സജീവമാവണം. അതെ. ബലരാമൻ സാറ് കേരളത്തിലില്ല അല്ലേ? ഇല്ല, ഇപ്പൊ ഡൽഹിയിലാ. മകളുടെ ചിതാഭസ്മം ഒഴുക്കാനായിട്ട് പോയതാ. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. മീരമോളുടെ കാര്യം വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷേ ചെന്ന് കാണാൻ തോന്നിയില്ല. എല്ലാവർക്കും ഓരോ ദുഃഖങ്ങളല്ലേ സാർ? അതെ. അഷ്റഫ്, ഓ, 12 മണിക്കല്ലേ? ശരി. CMന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. എന്ന് ഞാൻ ഇറങ്ങട്ടെ സാർ. ഞാൻ പറഞ്ഞത് സാർ സീരിയസ് ആയിട്ട് തന്നെ പരിഗണിക്കണം. സാറ് നേതൃത്വത്തിൽ വരണം. തീർച്ചയായും. ജനങ്ങളുടെ സ്നേഹം കിട്ടുന്ന നല്ലൊരു മന്ത്രിയായി വരട്ടെ മേരി തോമസ്. താങ്ക് യു സർ. എന്നാ ഞാൻ ഇറങ്ങ. സിദ്ധാർത്ഥ് സാറ് പറയായിരുന്നു, വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ കൂടെ നിന്ന് പിന്തുണ കൊടുത്ത ഫാമിലിയാണ് സാറിൻ്റെതെന്ന്. അതൊരു ഭാഗ്യമാ. അല്ല, സാറിനെ പോലെ ഒരാളിന്റെ കുടുംബവും സാറിന്റെ രീതികളെ തന്നെ ആയിരിക്കുമല്ലോ പിന്തുടരുന്നത്. പ്രതിസന്ധികളിൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണല്ലോ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ ആദ്യം വേണ്ടത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി സർ. ശരി.
അപ്രതീക്ഷിതമായ ആദ്യ സന്ദർശനവുമായി പുതിയ മന്ത്രി. ആരോഗ്യമന്ത്രിയായി ചാർജ് എടുത്ത മേരി തോമസിന്റെ ആദ്യ സന്ദർശനം മുൻ MLA സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക്. സന്ദർശനം തീർത്തും വ്യക്തിപരമെന്നും സിദ്ധാർത്ഥൻ തന്റെ രാഷ്ട്രീയ ഗുരുവെന്നും മേരി തോമസ്. അതിനിടെ സിദ്ധാർത്ഥനും മന്ത്രി മേരി തോമസും ചേർന്ന് പാർട്ടിയിൽ പുതിയ അച്ചുതണ്ടാകുമെന്നും അഭ്യൂഹം. കണ്ടോടി, ആ മനുഷ്യന്റെ മഹത്വം കണ്ടോ, വലിപ്പം കണ്ടോ, മന്ത്രിമാരുൾപ്പെടെയുള്ളവർ പറയുന്ന കണ്ടോ? ആളറിഞ്ഞ് കളിക്ക്. മുഖ്യമന്ത്രി ഉൾപ്പെടെ സകല മന്ത്രിമാരും സിദ്ധാർത്ഥൻ സാറിന് വേണ്ടപ്പെട്ടവരാ. അത് നീ ഓർത്തോ? എന്നെ പേടിപ്പിക്കാനാണോ ഈ പറയുന്നത്? എന്റെ അച്ഛന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ പരിചയമുണ്ടെന്ന് പറയുമ്പോ ഞാൻ പേടിക്കുന്ന എന്തിന്? സന്തോഷിക്കല്ലേ വേണ്ടത്? നിന്റെ അച്ഛനോ? ഏത് വകയിലാണ് സിദ്ധാർത്ഥ സാർ നിന്റെ അച്ഛനാകുന്നേ? ലോകത്ത് സാധാരണ എല്ലാവരും ഏത് വകയിലാ മക്കളുടെ അച്ഛനാവുന്നത്? ആ വകയെ തന്നെ. ഇവളെ എന്ത് ചെയ്യണം? സിദ്ധാർത്ഥൻ സാറിന് ജീവിതത്തെ പറ്റി ഒരേ ഒരു തെറ്റ് ഇവിടെ ചുമന്നോട് നടന്നതാ. തെറ്റും ശരിയൊക്കെ ഞാൻ പുള്ളിയെ ശരിക്കും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും മാധ്യമങ്ങളിൽ നല്ല സ്വാധീനമുണ്ട്. തനൂജ വിവാദം മുക്കി ചാനലുകളിൽ വിളിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മൊബൈല് കയ്യിലുള്ളപ്പോ എനിക്ക് വേറെ ആരുടെയും സഹായം വേണ്ട. എടി എടി നിന്റെ നാശം എടുത്തടി. എന്നെ നശിപ്പിക്കാൻ ആരെങ്കിലും ഇറങ്ങിയ അവരെയും കൊണ്ടേ ഞാൻ പോകും മോനെ. വിരട്ടലും കണ്ണുരുട്ടലും ഒന്നും വേണ്ട. എന്റെ കാര്യങ്ങൾ സാധിച്ചു തന്ന, ഞാൻ ചോദിക്കുന്ന കാശ് കൃത്യമായി തന്ന ഞാൻ അടങ്ങിയിരിക്കും. അത് പറഞ്ഞേക്ക് സിദ്ധാർത്ഥൻ സാറിനോട്. ഇവളെന്തായിട്ട് ഇങ്ങനെ? ഇവളിനി എന്താ ചെയ്യാ നമ്മള്? എന്ത് ചെയ്തിട്ട് എന്താ? ഓരോരോ ജന്മങ്ങള്. ലിസ്റ്റിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ പിന്നെ വാങ്ങാം, കാശ് കഴിഞ്ഞില്ല. ആണോ? സാരമില്ല, നാളെ മതി. എന്താണെന്നറിയില്ല, 2 ആഴ്ചയായിട്ട് ഓട്ടം കുറവാ. എനിക്ക് മാത്രമല്ല, സ്റ്റാൻഡിൽ എല്ലാവർക്കും അങ്ങനെ. വല്ലാത്തൊരു കാലാവസ്ഥയല്ലേ? ആൾക്കാരും പുറത്തിറങ്ങുന്നുണ്ടാവില്ല. പിന്നെ പരീക്ഷാ സമയവും. പിള്ളേരെ പഠിപ്പിച്ചെല്ലാരും വീട്ടിലാവും. കൂനുമേ കുരു എന്ന് പറയുന്ന പോലെ ജോസേട്ടനോട് പറഞ്ഞ അവധിയും എടുത്തു. എന്താ മുരളേട്ടാ? അല്ല, രജനീച്ചയുടെ കല്യാണത്തിന് നന്ദനെ വാങ്ങിക്കൊടുത്ത പണമില്ലേ, അത് തിരിച്ചു കൊടുക്കണം. ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കണം. അതിപ്പോ എങ്ങനെ സംഘടിപ്പിക്കുമെന്ന് ആലോചിക്കുന്നേ. നന്ദൻ തിരിച്ചുതരാന്ന് പറഞ്ഞിട്ടില്ലേ? കഴിയുന്നതും വേഗം തിരിച്ചുതരാന്ന് പറഞ്ഞിരുന്നത്. ഈ അവസ്ഥയിലിപ്പോ നന്ദനോട് ചോദിക്കാനും വയ്യ. മുരളേട്ടാ, ആ ദേവിക എത്തിയോ? ഞാൻ കരുതി വരാൻ വൈകുമെന്ന്. ഒന്ന് കാണണമെന്നും പറഞ്ഞ് മുരളേട്ടനും ഗൗരിയും വിളിച്ചാ വരാതിരിക്കാൻ പറ്റോ? ഭാർഗവിയന്റെ ഇല്ലേ? അമ്മ അപ്പുറത്തെ മീനാക്ഷി ചേച്ചിയെ കാണാൻ പോയതാ. അല്ല, ഞാൻ വന്നപ്പോ കാശിന്റെ കണക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ. നന്ദുവിന് വേണ്ടി വാങ്ങിയ കാശെന്നൊക്കെ. അതേത് കാശാ? അത് അല്ല, നന്ദന് വേണ്ടി വാങ്ങിയ കാശെന്നല്ല, പിന്നെ നന്ദൻ എനിക്ക് വേണ്ടി വാങ്ങി തന്ന കാശെന്ന് പറഞ്ഞതാ. ദേവിക കേട്ടത് തെറ്റിയതാ. നന്ദു എപ്പോ കാശ് വാങ്ങി തന്നു? നന്ദുവിന് വേണ്ടിയല്ലേ അന്ന് കാശ് വാങ്ങിച്ചത്? തിരികെ കൊടുക്കാൻ മുരളിയേട്ടന് കാശിന് അത്യാവശ്യം വന്നായിരിക്കല്ലേ? കാശിന് അത്യാവശ്യം ആർക്കാ ഇല്ലാത്ത? കാശിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അത് ഞാനും നന്ദനും തമ്മിൽ തീർത്തോളാം. ദേവികയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ദേവിക വാ. നിക്ക് ഗൗരി, ആദ്യം കാര്യം പറ, അത് കേക്കട്ടെ. സത്യത്തിൽ നിന്നെ നന്ദനെ ഒരുമിച്ചിരുത്തി സംസാരിക്കേണ്ട കാര്യങ്ങളാ. പിന്നെ ചിന്തിച്ചപ്പോ ഒരുമിച്ചുള്ള സംസാരം വേണ്ടാന്ന് വെച്ചു. അന്നത്തെ സംഭവം ഓർമ്മിച്ചിട്ടാ. ഒരുമിച്ചിരുന്ന് സംസാരിച്ചു തുടങ്ങിയിട്ട് അവസാനം തർക്കത്തിലല്ലേ അവസാനിച്ചത്. ദേവിക, കാര്യങ്ങളൊക്കെ ഒരല്പം ശാന്തമായിട്ടുണ്ടല്ലോ. നീ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാ.
അങ്കിളിനെ നമുക്കറിയാലോ. അങ്കിളിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു വീഴ്ച ഉണ്ടാവില്ല. പക്ഷേ വീട്ടുകാരെ കുറ്റം പറയാൻ പറ്റുമോ? ഇവിടെ തന്നെ ഒരു സുപ്രഭാതത്തില് ഏതെങ്കിലും ഒരു പെണ്ണ് കയറി വന്ന് എന്നെ സംശയത്തിന്റെ നടുവിൽ പിടിച്ചിടുന്ന പോലെ സംസാരിച്ച ഗൗരിക്ക് സഹിക്കാൻ പറ്റുമോ? അപ്പോ പ്രഭാന്റെയും നന്ദനെയും രജനി ചേച്ചിയൊന്നും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ദേവിക ഒന്ന് ശ്രദ്ധിക്കണം. ഒരാളിന്റെ ഭാഗത്ത് നിൽക്കുകയാണെന്നുള്ളൊരു തോന്നലുണ്ടാവരുത്. ആ വീടിന് മുഴുവനും വേണ്ടി ഇടപെടുന്ന ആളായിരിക്കണം ദേവിക. അങ്കിളിന്റെ ഒരാളായിട്ടാണ് ദേവിക സംസാരിക്കുന്നതെന്നും അങ്കിളിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദേവിക സംസാരിക്കുന്നതെന്നൊക്കെയാ നന്ദൻ പരിഭവിക്കുന്നത്. അല്ല, അതിന് അവനെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. മുരളിയേട്ടാ, ഞാൻ ആ വീടിന് വേണ്ടിയ കാര്യങ്ങൾ പറയുന്നേ. എടുത്തുചാട്ടം കാണിക്കുന്നതോ വലിയ ആളാവാൻ നോക്കുന്നതോ ഒന്നുമല്ല. അച്ഛന് വേണ്ടി നിൽക്കുമ്പോ കുടുംബത്തിന് വേണ്ടി നിൽക്കുന്നല്ലേ അതിന്റെ അർത്ഥം. ഒന്നാമത് അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാ. അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട. അച്ഛന്റെ വാക്ക് മാത്രം മതി തെളിവ്. പിന്നെ ഒരാളെങ്കിലും അച്ഛന് വേണ്ടി സംസാരിക്കാൻ ആ വീട്ടിലില്ലെങ്കിൽ അച്ഛൻ ചിലപ്പോ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് കളയും, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. ദേവിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ തനൂജ ആരാ? തനൂജയും സിദ്ധാർത്ഥൻ സാറും തമ്മിലുള്ള ബന്ധം എന്താ? ഇത്രയും ഉറപ്പോടൊരു പെൺകുട്ടി കയറി വന്ന് സിദ്ധാർത്ഥൻ സാർ അച്ഛനാണെന്ന് എങ്ങനെയാ പറയുന്നേ? കണ്ടോ ദേവിക, അങ്കിള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പൂർണ്ണ വിശ്വാസമുള്ള ഞങ്ങൾക്ക് പോലും ചില സംശയങ്ങൾ തോന്നുന്നത് കണ്ടോ? അപ്പൊ പിന്നെ പ്രഭാന്റെയും നന്ദനെയും രജനി ചേച്ചിയൊക്കെ കുറ്റം പറയാൻ പറ്റുമോ? ഏതായാലും ഗൗരി ചോദിച്ചതിന് ഉത്തരം പറ. തനൂജയും അങ്കിളും തമ്മിലുള്ള ബന്ധം എന്താ? ഇല്ല, എന്നെ വിശ്വസിച്ച അച്ഛൻ പറഞ്ഞ രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞ മറ്റാരും അറിയാൻ പാടില്ല. ദേവിക്ക് എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാനും ആലോചിക്കായിരുന്നു എന്തായിരിക്കും ആ ബന്ധമെന്ന്. ദേവികയ്ക്ക് അതറിയാം. ഇല്ല മുരളേട്ടാ, അച്ഛൻ പറയുന്നത് വൈകാതെ തന്നെ എല്ലാം തുറന്നു പറയാന്നാ. ഇന്ന് ഒരു ഘട്ടം വന്നതാ. രണ്ടിലൊന്ന് അറിയണമെന്ന രീതിയിൽ അച്ഛനോട് സംസാരിക്കാൻ എല്ലാവരും ഒരുങ്ങിയതാ. അപ്പോഴാ ആ മന്ത്രി മേരി തോമസ് വന്നത്. ഓ, മന്ത്രി വന്നിരുന്നു ഇന്നവിടെ? ആ, വെറുതെ ഒരു സന്ദർശനമായിരുന്നു. പക്ഷേ അച്ഛനിപ്പോഴും രാഷ്ട്രീയത്തിലുള്ള ശക്തിയും സമൂഹത്തിലുള്ള സ്വാധീനവും എല്ലാവർക്കും മനസ്സിലായി. എല്ലാം വൈകാതെ കലങ്ങി തെളിയുമായിരിക്കും മുരളിയേട്ടാ. ദേവിക, എന്തൊക്കെയായാലും നീയും നന്ദനും തമ്മിലുള്ള ബന്ധത്തിന് ഒരു പ്രശ്നം ഉണ്ടാവരുത്. മുരളിയേട്ടൻ എന്താ അങ്ങനെ പറയുന്നേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവരുത്. നന്ദനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാ. നീ തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? എനിക്കറിയാം മുരളിയേട്ടാ, ഞാനിപ്പോ അച്ഛന്റെ ഭാഗത്തുനിന്ന് സംസാരിക്കുന്നതൊക്കെ നന്ദുവിനെ എതിർക്കല്ലേ. അത് നന്ദുവിന് വേണ്ടിയും കൂടിയാണെന്ന് നന്ദു മനസ്സിലാക്കും. ഇടയ്ക്ക് നീ വീട്ടിൽ പോയതും നന്ദൻ വിളിക്കാൻ വന്നപ്പോ ഉണ്ടായ വിഷമങ്ങളും പിന്നെ ഇവിടെ വെച്ചുണ്ടായ തർക്കങ്ങളും ഒക്കെ ഞങ്ങളെയും വിഷമിപ്പിച്ചു. നന്ദനോട് ഞങ്ങൾ വാദിച്ചതൊക്കെ നിനക്ക് വേണ്ടിയാ. നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു അകൽച്ച ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ മനസ്സെപ്പോഴും ഒന്നായിരിക്കണം. നിങ്ങളുടെ മനസ്സിന് ഉലച്ചിൽ വന്ന് വിഷമിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളൊക്കെ ആയിരിക്കും. ദേവിക, വാ.
എവിടായിരുന്നു അമ്മേ? ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് സമയം എത്രയായി? എടാ, ആ റെംലയുടെ മോള് പ്രസവിച്ച് കിടക്കയില്ലേ, വർത്താനം പറഞ്ഞങ്ങി ഇരുന്നു പോയി. അവക്ക് ഇരട്ട കുട്ടികളാ. റെംല പറയുക അധികം വൈകാതെ ഞാനും അമ്മുമ്മയാകൂന്ന്. ശരി ശരി, ഞാനൊന്ന് ലൈബ്രറി പോയിട്ട് വരാം. എടാ ഗിരി, വാർത്തയിൽ മന്ത്രി മേരി തോമസ് സിദ്ധാർത്ഥൻ സാറിന്റെ വീട്ടിൽ വന്നെന്നൊക്കെ കണ്ടല്ലോ. അമ്മ എന്തെങ്കിലും അതിശയം പോലെയൊക്കെ പറയുന്നത്? അമ്മ, അദ്ദേഹം വലിയ ആളാ. മന്ത്രിസഭയിൽ രണ്ടാമനായിരിക്കേണ്ട നേതാവ്, രാഷ്ട്രീയത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ആളാ. സാധാരണ ഓരോ രാഷ്ട്രീയക്കാര് മന്ത്രിയാവാനും MLA ആവാനും ഒക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്. പക്ഷേ സിദ്ധാർത്ഥ സാറിനെ നോക്കണം. ഒരു പ്രശ്നം വന്നപ്പോ അധികാരത്തിൽ കടിച്ചു തൂങ്ങാതെ ആ നിമിഷം അങ്ങ് രാജിവെച്ചു. പക്ഷേ ഇപ്പൊ ഇങ്ങനൊരു നാണക്കേട് കേൾക്കേണ്ടി വന്നല്ലോ. ഇങ്ങനൊരു അബദ്ധം എങ്ങനെ അദ്ദേഹത്തിന് സംഭവിച്ചേ? അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയിട്ടില്ലമ്മേ. അദ്ദേഹത്തിന് അബദ്ധം പറ്റിയെന്ന് കരുതുന്നവരാ അവസാനം കാര്യങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത്. ഇടയ്ക്ക് ഞാൻ ആലോചിച്ചതാ പ്രഭയെ വിളിച്ച് കാര്യമായിട്ടൊന്ന് സംസാരിക്കണമെന്ന്. സത്യം പറയാം, ആ തനൂജ ഇവിടെ വന്നപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. സിദ്ധാർത്ഥൻ സാർ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ടതായിരുന്നു എന്ന് ചിന്തിച്ചു. നമ്മളങ്ങനെ ബഹളമൊന്നും കാണിക്കണ്ട. ഇക്കാലത്ത് കുറച്ച് പേരും പ്രശസ്തിയുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഇഷ്ടം പോലെ വരും. അതിലൊന്നും പതറിപ്പോവാതിരുന്നാ മതി. ഞാൻ പോയിട്ട് വരാം. പിന്നെ ആ റെംലെ അവളുടെ കെട്ടിയവനും കൂടി വൈകുന്നേരം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഓ, രജനി മോളെ അവര് കണ്ടിട്ടില്ലല്ലോ. അപ്പോഴേക്കും അവള് വരുവോ? അറിയില്ല, വരുമ്പോ വിളിക്കുമല്ലോ. അത് ശരിയാവില്ല. ഞാൻ പ്രഭയെ വിളിച്ച് പറയാൻ പോവാ സന്ധ്യയ്ക്ക് മുമ്പേ അവളെ ഇങ്ങോട്ട് പറഞ്ഞയക്കണമെന്ന്. രമ്യയുടെ ഭർത്താവ് നാളെ മറ്റോ ഗൾഫിലോട്ട് തിരിച്ചു പോവും. സന്ധ്യയ്ക്ക് മുമ്പേ വന്ന അവര് കണ്ടിട്ട് പൊയ്ക്കോളൂല്ലോ. ഞാൻ പ്രഭയെ വിളിച്ച് പറയട്ടെ? അമ്മ വിളിച്ചോ? ഞാൻ പോയിട്ട് വരാം. അഞ്ച് മിനിറ്റ് അല്ലേ? ആ ശരി, വീട്ടിലോട്ട് വന്നാ മതി. ഓട്ടോ വിളിച്ചു പറഞ്ഞു. സത്യത്തില് പോവാൻ തോന്നുന്നില്ല. ഒരു തീരുമാനമാക്കിയിട്ട് ഇവിടുന്ന് പോയാ മതിയായിരുന്നു. വേണ്ട മോളെ, ഈ ഒരു പ്രശ്നം കാരണം നിങ്ങളുടെ കുടുംബജീവിതം താളം തെറ്റാൻ പാടില്ല. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി വേണ്ട. ഗിരീഷിന്റെ അമ്മയുടെ നല്ല മനസ്സുകൊണ്ട് ഇപ്പൊ ഒന്നും പറയുന്നില്ല. ഒരു മുഷിച്ചിൽ അവര് കാണിച്ചു തുടങ്ങിയ പിന്നെ വിഷമമാവും. അത് വേണ്ട. നന്ദ, ഞാൻ പോട്ടെ. ചേച്ചിയല്ലേ, ഇവിടെ ഞാനുണ്ടല്ലോ. അമ്മ പറഞ്ഞത് നേരാ. ചേച്ചി അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം. അല്ല, ഞാൻ കൊണ്ടുവിടുമായിരുന്നല്ലോ. വേണ്ട, വായനശാലയിൽ ഗിരിയുണ്ട്. അവിടം വരെ ഓട്ടോയിൽ പോയാ മതിയല്ലോ. ഞാൻ ഇറങ്ങുവാ. ശരിയമ്മേ. മോളെ, പോകുമ്പോ അച്ഛനോടൊരു വാക്കുപോലും പറയാൻ തോന്നുന്നില്ലേ? അച്ഛനോട് വിശേഷങ്ങൾ പറയാനും കാര്യങ്ങൾ അന്വേഷിക്കാനും പുതിയ മകളുണ്ടല്ലോ, മരുമകളും. അതിന്റെ ഇടയില് എന്റെ യാത്ര പറച്ചിലൊക്കെ എന്തിനാ? കൊള്ളാം. എന്തായാലും അച്ഛന് വലിയ സന്തോഷമായി. ഈ രീതിയിലൊക്കെ എന്നോട് സംസാരിക്കാൻ മാത്രം എന്റെ മക്കൾ വളർന്നല്ലോ. ഞങ്ങളെ കുറ്റപ്പെടുത്തി അച്ഛൻ അങ്ങ് രക്ഷപ്പെടാന്നല്ലേ? രജനി, നീ പോവാൻ നോക്ക്. അതെ, ചേച്ചി വയ്ക്കോ? അല്ലടാ, രണ്ടു വാക്ക് എനിക്ക് സംസാരിക്കണം. മന്ത്രി വന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. അങ്ങനെ ഒരു രക്ഷ കിട്ടി. ഞങ്ങൾ ഇന്ന് സംസാരിച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ ഉത്തരം തരാൻ അച്ഛൻ തയ്യാറാണോ? ആണെങ്കിൽ അത് പറ.
മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.